പത്തനംതിട്ട വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് മാനേജർ അബ്ദുൽ ഹാരിസിനെയാണ് പോസ്റ്റൽ ബാലറ്റിൽ കൃത്രിമം കാണിച്ചെന്ന ആരോപണത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ 36 പോസ്റ്റൽ ബാലറ്റുകൾ ഉദ്യോഗസ്ഥന്റെ കൈവശം കവർ പൊട്ടിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് LDF പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. UDF പ്രവർത്തകരും സ്ഥലത്തെത്തിയതോടെ സംഘർഷാവസ്ഥയായി. എന്നാൽ താൻ ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ ബാലറ്റുകൾ അറ്റസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നാണ് അബ്ദുൽ ഹാരിസ് പോലീസിന് നൽകിയ വിശദീകരണം. കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനയായ ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ഭാരവാഹിയാണ് അബ്ദുൽ ഹാരിസ്. ബാലറ്റ് പേപ്പറുകൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഉദ്യോഗസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നും LDF പ്രവർത്തകർ ആവശ്യമുന്നയിച്ചു. ഇവിടെ DYSP ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ആ ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുക്കുക, ഈ ബാലറ്റ് പേപ്പർ, വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പർ കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറാവാതെ നിയമവിരുദ്ധമായ പരിപാടികളാണ് പോലീസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. LDF UDF പ്രവർത്തകർ ഇരുഭാഗത്തായി നിലയുറപ്പിച്ച പ്രതിഷേധം തുടർന്നതോടെ പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തി അബ്ദുൽ ഹാരിസിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിഷയത്തിൽ LDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. മീഡിയ 1 പത്തനംതിട്ട.